ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും മരണസമയത്ത് അവർ നടത്തിയ വസിയത്തിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു പേജിലും പുതുതായിട്ടൊന്നും പറയണില്ല. ഈ വേദക്കാരെ കുറിച്ചിട്ട് തന്നെയാണ് പറയണത്. നമുക്ക് നോക്കാം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. ഇവിടെ വേദക്കാരുടെ ഒരു വർത്തമാനമാണ് പറയണത് അള്ളാഹു. അവർ പറയും, വേദക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? യഹൂദികളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്. അപ്പോൾ യഹൂദികൾ വന്നിട്ട് പറയും, നിങ്ങൾ യഹൂദികളായിക്കോ, എന്നാലും നിങ്ങൾ നേർമാർഗം പ്രാപിക്കുള്ളൂ എന്ന് പറയും. വേറൊരു മതവും ശരിയല്ല, അതായത് ഇസ്ലാം മതവും ശരിയല്ല, ക്രിസ്ത്യാനിറ്റിയും ശരിയല്ല എന്ന് അവർ പറയും. ക്രിസ്ത്യാനികൾ വന്നിട്ട് പറയും, എന്താ, നിങ്ങൾ ക്രിസ്ത്യാനികളായിക്കോ, അതാണ് ശരിയായ മാർഗം, നിങ്ങൾ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചാലാണ് നേരായ മാർഗത്തിലാവുള്ളൂ എന്ന് പറയും. അപ്പോൾ അള്ളാഹു അതിന് മറുപടി പറയാണ്, നിങ്ങൾ പറയുക, കുൽ പറയുക, ബൽ പക്ഷേ, മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗമാണ് ശരിയായ മാർഗം. അദ്ദേഹം ഒരു മുശ്രിക്കുകളിൽ പെട്ട ആളായിരുന്നില്ല. അത് പിൻപറ്റാനാണ് പറയുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യം ഈ രണ്ടുപേരും പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്, യഹൂദികളും പറയുന്നുണ്ട് അല്ലേ. അപ്പം അള്ളാഹു പറയാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗമാണ് ശരിയായ മാർഗം എന്ന് ഇവരോട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ ആയത്തൊന്നുകൂടി നോക്കാം. വഖാലു അവർ പറയുന്നു, കൂനു നിങ്ങളാവുക, കാനാന്ന് ചായി ആകുന്നു എന്നാണ്, ആയി കാന. അപ്പൊ കൂനു നിങ്ങളാകുവിൻ, അവിടെ എന്താണ്, അമ്രഫിലാണ്. കൂനു നിങ്ങളാകുവിൻ, ഹൂദൻ വെച്ചാൽ യഹൂദികൾ, ഔ അല്ലെങ്കിൽ നസ്വാറ നസ്രാണികളാവുകയിൻ, തഹ്തദു എന്നാലേ നിങ്ങൾ സന്മാർഗം പ്രാപിക്കുകയുള്ളൂ എന്നവർ പറയുമ്പോൾ തിരിച്ചു പറയാണ്, കുൽ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ബൽ പക്ഷേ, മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം അദ്ദേഹം ഋജുമാനസനായിരുന്നു, അതായത് അള്ളാഹുവിൽ മാത്രം കീഴ്പ്പെട്ട ആളായിരുന്നു എന്ന്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരായത്തിൽ നമ്മളോട് പറയാണ്, സത്യവിശ്വാസികളോട്. ഇനി ഓതാൻ പോണ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്ന ആയത്താണ്, 136-ാമത്തെ ആയത്ത് കേട്ടോ. കൂലു ആമന്ന, നിങ്ങൾ പറയുകിൻ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ആരിലൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചേക്കണേന്നാണ് പറയണേ. ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങള്. പിന്നെ പറയണത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും, ഇത്രയും നബിമാരെ പറയണത്, അദ്ദേഹത്തിന്റെ സന്തതികൾക്കും. അവരെ വെച്ചാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, അവർക്കെല്ലാം അവതരിച്ചതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ എക്സ്ട്രാ എടുത്തു പറയണത് മൂസ അലൈഹി ഇസ്ലാമയ്ക്കും ഈസ അലൈഹി ഇസ്ലാമയ്ക്കും നൽകപ്പെട്ടതിലും പ്രവാചകന്മാർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നൽകപ്പെട്ടതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അവരോട് പറയണേ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല, തുടർന്നുള്ള എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും. ഇപ്പൊ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കണില്ല, ഇസ്ഹാഖ് നബീനെ മാത്രമേ അംഗീകരിക്കുള്ളൂ അല്ലേ. എന്നുവെച്ചാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഭാര്യയാണ് സാറയിലുള്ള പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അല്ലേ. മറ്റേ ഹാജർ ഒരു അടിമ സ്ത്രീ ആയിരുന്നു. സാറാക്ക് കുട്ടികളില്ലാണ്ടിരുന്ന സമയത്ത് നിർബന്ധപൂർവം ഹാജറിനെ വിവാഹം കഴിപ്പിക്കുകയും അങ്ങനെയാണ് ഹാജറിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആദ്യം ജനിക്കണം. അപ്പൊ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല. അവര് പറയണത് അടിമ സ്ത്രീയിലുണ്ടായ കുട്ടിയാണെന്നാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പുത്രനായിട്ട് അവര് ഇസ്ഹാക്കിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ.
അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മളെല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട് എന്ന് പ്രസ്താവിക്കുകയാണ്. അള്ളാഹു പറയാണ്, നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെയും, പിന്നെ ഇസ്ഹാഖിന്റെ പുത്രനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ, ഇവർക്കൊക്കെ അവതരിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകം മൂസ അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എടുത്തു പറയാൻ കാരണം എന്താണ്? യഹൂദികൾ പറയണത് അവരുടെ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാം എന്നാണ് പറയണത്. അപ്പോൾ യഹൂദികളോട് പറയാണ്, ഞങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിലും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പറയണത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ, അല്ലേ, അവരുടെ പ്രവാചകൻ അല്ലെങ്കിൽ അവർ ദൈവം എന്ന് വിളിക്കണം ഈസാ നബി അലൈഹി ഇസ്ലാമിനെയാണ്. ഞങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയണം. ഞങ്ങൾ ഒരു പ്രവാചകന്മാർക്കിടയിലും ഒരു വ്യത്യാസം വരുത്തൂല, ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ് എന്ന് തിരിച്ച് അവരോട് പ്രഖ്യാപിക്കാൻ പറയാണ്. ഇവർ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ, ക്രിസ്ത്യാനികളാവുക അല്ലെങ്കിൽ യഹൂദികളാവുക എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് ഇങ്ങനെയാണ് മറുപടി നമ്മൾ പറയേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. അടുത്ത ആയത്തിൽ പറയണത് എന്താ വെച്ചാൽ, ഫൈൻ ആമനു, എന്നിട്ട് അവർ വിശ്വസിച്ചെങ്കിൽ, നമ്മളിങ്ങനെ മറുപടി അവരോട് പറഞ്ഞു കൊടുത്തല്ലോ, എന്നിട്ട് അവരിതിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ബി മിസ്ലി, യാതൊന്നു പോലെയുള്ളതിൽ, മാ ആമൻതും, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ അവർ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഫഖദിഹ്തദൗ, എന്നാൽ അവരും നേർമാർഗം പ്രാപിച്ചു. ഈ വേദക്കാര് നമ്മൾ പറയണ പോലെ ഒരു പ്രവാചകന്മാരിലും വ്യത്യാസം കാണിക്കാണ്ട് എല്ലാ പ്രവാചകന്മാരിലും എല്ലാ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവരും നേർമാർഗം പ്രാപിച്ചു എന്നാണ് അള്ളാഹു പറയണത്. ഇനി വൈൻ തവല്ലോ, ഇനി അല്ല അവരതിന് തയ്യാറല്ല, അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാഹും ഫീ ഷിഖാഖ്, അവർ നിശ്ചയമായും കക്ഷി പിരിവിൽ തന്നെയാണ്. അവര് ഈ അവരുടെ ചേരിതിരിവ് കാണിക്കുകയാണ്. അവര് ഇന്ന പ്രവാചകൻ മതി ഞങ്ങൾക്ക്, ഇന്ന പ്രവാചകനാണ് ശരി, മറ്റേ പ്രവാചകൻ ശരിയല്ല എന്ന കക്ഷി പിരിവിലാണ് അവരുണ്ടാവുക. എന്നിട്ട് അള്ളാഹു നമുക്കൊരു ആശ്വാസം നൽകുകയാണ്. ഫസയക്ഫീകഹുമുല്ലാഹ്, എന്നാൽ അവരെ നേരിടാനായിട്ട് അള്ളാഹു മതി. അവര് നമ്മളായിട്ട് കക്ഷി പിരിവിലാണല്ലോ, നമ്മളായിട്ട് ഭിന്നിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവരെ നേരിടാനായിട്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നെ മതിയാകും എന്ന് പറയാണ്. വഹുവസ്സമീഉൽ അലീം, അള്ളാഹുവിന്റെ 2 ഗുണവിശേഷണങ്ങൾ എടുത്തു പറയാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് പറഞ്ഞു തരണത്. അടുത്ത ആയത്തിൽ പറയണത്, സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗഹ് വനഹ്നു ലഹു ആബിദൂൻ. ഇതിൽ പറയണത് എന്താ വെച്ചാൽ, സിബ്ഗത്ത് എന്ന് വെച്ചാൽ വർണ്ണം നൽകൽ എന്നാണ് ഉദ്ദേശിക്കണത് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ഈ ക്രിസ്ത്യാനികളും യഹൂദികൾക്കും ഒരു സ്നാനകർമ്മം ഉണ്ടല്ലേ, നമുക്കിപ്പോൾ അറിയാവുന്നത് മാമോദിസ മുക്കൽ എന്നൊക്കെ പറയണ ആ സ്നാനകർമ്മത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇവരിൽ അംഗത്വം സ്വീകരിക്കാൻ, അംഗത്വം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ ഈ സ്നാനകർമ്മം നടത്തണം. അങ്ങനെ നടത്തുമ്പോഴാണ് ഇവർ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ യഹൂദിയോ ആവണേന്നാണ് പറയണത്. അപ്പൊ അതിനെയാണ് ഈ വർണ്ണം നൽകൽ എന്ന് പറയുന്നത്. അപ്പൊ മുമ്പ് കാലങ്ങളിൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഒരു മഞ്ഞ കളറിലുള്ള വെള്ളമായിരുന്നു എന്നാണ് പറയണത്, ഈ സ്നാനത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചായം കൊടുക്കൽ അല്ലെങ്കിൽ വർണ്ണം കൊടുക്കൽ എന്ന അർത്ഥത്തിൽ സിബഗത്ത് എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിബഗത്ത് അല്ലാഹ്, അള്ളാഹുവിന്റെ വർണ്ണം നൽകൽ. വമൻ അഹ്സനു മിനല്ലാഹി സിബഗ, അതായത് അള്ളാഹുവിന്റെ വർണ്ണം നൽകലാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കണേന്ന്. അതായത് അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ആരാണ് വർണ്ണം നൽകുന്നതിൽ അള്ളാഹുവിനേക്കാൾ നല്ലവൻ എന്നാണ് ചോദിക്കണേ. ഇതിനേലും നല്ല വർണ്ണം ഇല്ല, അതായത് ഇതിനേലും നല്ലൊരു മതം ഇല്ലാന്ന്. വമൻ അഹ്സൻ, ഏറ്റവും നല്ലവെന്നാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അവിടെ പറയണത്. അഹ്സനു മിനല്ലാഹി സിബ്ഗ, വർണ്ണം നൽകുന്നതിൽ അള്ളാഹുവിനേക്കാൾ ഏറ്റവും ഉത്തമൻ ആരാണ്? വനഹ്നു ലഹു ആബിദൂ, ഞങ്ങളാകട്ടെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാകുന്നു എന്നാണ് ഇവിടെ പറയണത് കേട്ടോ. അപ്പം ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ആദ്യമായിട്ട് ഈ സ്നാനം ചെയ്യണ പരിപാടി തുടങ്ങിയത് ഈസാ നബി അലൈഹി ഇസ്ലാമിനൊക്കെ ഒരുപാട് വർഷം മുമ്പാണ്. ക്രിസ്തുവിന് ഏകദേശം 250 കൊല്ലം മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥത്തിലാണ് സ്നാനം അല്ലെങ്കിൽ സ്നാനം കഴിപ്പിക്കൽ എന്നീ അർത്ഥത്തിലുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിക്കണേന്നാണ്. ഈ യഹൂദികൾക്കും ഇങ്ങനെ ഒരു ഇതിനോട് സാമ്യമുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവര് രണ്ടുപേരും ഓരോ തരത്തിലുള്ള സ്നാന സമ്പ്രദായം നടപ്പാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയണത് കേട്ടാ. അടുത്ത ആയത്തിൽ പറയണത്, ഖുൽ അതുഹാജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. പറയുക, കുല്ലശാ നിങ്ങളോട് പറയാണ്, അതുഹാജൂനനാ, നിങ്ങൾ ഞങ്ങളോട് ന്യായവാദം നടത്തുകയാണോ, ഫില്ലാഹി അള്ളാഹുവിന്റെ കാര്യത്തിൽ,
വഹുവ അള്ളാഹു ആകട്ടെ റബ്ബുന ഞങ്ങളുടെ റബ്ബാകുന്നു, വറബ്ബുക്കും നിങ്ങളുടെയും റബ്ബാകുന്നു, വലന ഞങ്ങൾക്കായിരിക്കും, അമാലുന ഞങ്ങളുടെ കർമ്മങ്ങൾ, വലക്കും അമാലുക്കും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കും കിട്ടും. വനഹ്നു ലഹു മുഖ്ലിസൂൻ ഞങ്ങൾ നിഷ്കളങ്കരായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകുന്നു എന്ന് അവരോട് പറയാണ്. ഇനി അടുത്തൊരായത്തിൽ പറയണം എന്താ വെച്ചാല് ഇവരോടുള്ള ഒരു മറുപടി തന്നെയാണ്. എന്താ, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയും അവരെ മതം സ്വീകരിച്ചാലേ രക്ഷയുള്ളൂ എന്നാണ് നമ്മളോട് പറയണേ. അപ്പൊ ഞങ്ങളുടെ വേദവും മതവുമാണ് മുമ്പേ ഉള്ളത് എന്നാണ് ഇവരുടെ ഒരു ന്യായം. നമ്മുടെ എല്ലാം പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മതമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് യഥാർത്ഥ സന്മാർഗ്ഗകൾ ഞങ്ങളാണ് എന്നാണ് ഇവർ പറയണേ. അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ആയത്ത്. തൊട്ട് മുമ്പത്തെ ആയത്തും അത് തന്നെയാണ് കേട്ടോ പറയണേ. ഈ ആയത്തിൽ പറയണ എന്താണ്, അം തഖൂലൂന അല്ല നിങ്ങൾ പറയുകയാണ്, ഇന്ന ഇബ്രാഹിമ നിശ്ചയമായും ഇബ്രാഹിം, വ ഇസ്മായിൽ ഇസ്മായിലും, വ ഇസ്ഹാഖ ഇസ്ഹാഖും, വ യാക്കൂബ് യാക്കൂബും, വൽ അസ്ബാത്ത സന്തതികളും, അത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതികളും, കാനു ഹൂദൻ ഔ നസാറ അവര് ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയണത്? കുൽ പറയുക, അൻതും അഅലമു അമില്ല നിങ്ങൾക്കാണോ ഏറ്റവും നന്നായിട്ട് അറിയണ ആ കാര്യങ്ങൾ, അത് അള്ളാഹുവിനാണോ എന്നാണ് അള്ളാഹു ചോദിക്കണേ. അപ്പൊ ഇവര് പറയണതിന് അള്ളാഹു ശക്തമായി എതിർക്കാണ്, നിങ്ങൾക്കാണോ ഇതിനെക്കുറിച്ച് നന്നായി അറിയണത് അതോ എനിക്കാണോ? വമൻ അദ്ലം ഏറ്റവും അക്രമി ആരാണ്? മിമ്മൻ കതബ ഷഹാദതൻ അള്ളാഹുവിന്റെ ഒരു സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ഇൻദഹു തന്റെ പക്കലുള്ള, മിനല്ലാഹ് അള്ളാഹുവിൽ നിന്ന് വന്ന ഒരു കാര്യം മറച്ചു വെക്കുന്നവൻ അതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളതെന്ന്. വമല്ലാഹു അള്ളാഹു ബിഗാഫിലിൻ അശ്രദ്ധനെയല്ല, അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു വരുന്നതിനെ കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല എന്നാണ് പറയണേ. അപ്പൊ ഇവിടെ അസ്ബാത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ സിബത്ത് എന്ന വാക്കിന്റെ ബഹുവചന രൂപമാണ് അസ്ബാത്ത് എന്ന് പറയുന്നത്. അതായത് സന്തതികൾ, കുലങ്ങൾ, ഗോത്രങ്ങൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അറബികള് തങ്ങളുടെ ഗോത്രങ്ങളെ പറയണത് ഖബീല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇസ്രായേലര് അവരുടെ സന്താന പരമ്പരകളെ പറയണതാണ് സിബത്ത് എന്ന്. അപ്പൊ അതിന്റെയാണ് അസ്ബാത്ത എന്ന് പറഞ്ഞത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ എല്ലാ സന്തതി പരമ്പരകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും എന്താണ് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നു എന്നാണ് ഇവർ പറയണത്. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്കാണോ ഏറ്റവും നന്നായി അറിയണേ അതോ എനിക്കാണോ എന്നാണ് ചോദിക്കണേ. ഇനി അടുത്തൊരായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പേജിൽ ലാസ്റ്റ് പറഞ്ഞ സെയിം ആയത്ത് തന്നെയാണ് ഇവിടെയും പറയണത്. തിൽക ഉമ്മത്തും ഖദ് ഖലത് അത് ഒരു സമുദായം, അത് അവർ കഴിഞ്ഞുപോയി. ലഹ അവർക്കുണ്ട് എന്ത്? മാ കസബത്ത് അവരെന്താണോ സമ്പാദിച്ചു വെച്ചത് അത് അവർക്കുണ്ട്. വലക്കും നിങ്ങൾക്കുണ്ട്. മാ കസബത്തും നിങ്ങൾ എന്താണോ സമ്പാദിക്കുന്നത് അത് നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പൊ ഒരിക്കലും ഈ പൂർവികന്മാരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ അടികൂടണ്ട. അവരേത് മതത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വഴിതെറ്റി പോകുന്നു വേണ്ട. അവരെന്ത് സമ്പാദിച്ചാലും അവർക്കുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. വലാ തുസ്അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നതല്ല. അമ്മാ കാനു യഅമലൂൻ അവർ എന്താണോ പ്രവർത്തിച്ചതെന്ന് നിങ്ങളോട് ചോദിക്കാൻ പോണില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇതിൽ എന്താ വളരെ ചെറിയ കാര്യങ്ങളാണ് പറയണത്. ഈ വേദക്കാർ വന്നിട്ട് പറയും ഞങ്ങളുടെ മതം സ്വീകരിച്ചാലാ നിങ്ങൾ നേർമാർഗം പ്രാപിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ തിരിച്ച് അള്ളാഹു പറയാണ്, ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും അള്ളാഹുവിലും അള്ളാഹു ഇറക്കിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലും അവർക്ക് അവതരിച്ചിട്ടുള്ള എല്ലാ വേദഗ്രന്ഥത്തിലും ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങൾ ഒരു പ്രവാചകന്മാർക്കിടയിലും വ്യത്യാസം കാണിക്കുകയില്ല എന്നാണ് പറയണത്. ആ ആയത്ത് അള്ളാഹു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹയുടെ സുന്നത്തിൽ ഓതിക്കൊണ്ടിരുന്ന ആയത്താണ്. കാരണം നമ്മളുടെ ആ പ്രഖ്യാപനം ഡെയിലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആ ഒരു ആയത്ത്. പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ വർണ്ണമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കണേന്ന്. അതായത് ഇസ്ലാം ആകുന്ന മതമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കണത്. അതിനേലും നന്നായിട്ട് വർണ്ണം നൽകുന്നവൻ വേറെ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കണേ. പിന്നെ നമ്മളോട് പറയാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് ന്യായവാദം നടത്താൻ വരികയാണോ? അള്ളാഹു ആരാണ്? നിങ്ങളുടെ രക്ഷിതാവുമാണ്, ഞങ്ങളുടെ രക്ഷിതാവുമാണ്, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെന്ന് പറയാണ്. പിന്നെന്താ, എല്ലാ പ്രവാചകന്മാരെയും കുറിച്ചിട്ട് പറയാണ്. അവര് പറയണത് ഈ പ്രവാചകന്മാരെല്ലാവരും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നു എന്നാണ് പറയണത്. അപ്പൊ അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾക്കാണോ ഏറ്റവും നന്നായി അറിയണത് അതോ എനിക്കാണോ എന്ന് ചോദിക്കുകയാണ് അള്ളാഹു. പിന്നെ പറഞ്ഞു, അവരൊരു കഴിഞ്ഞുപോയ സമുദായമാണ്, അവരെന്ത് ചെയ്തോ അത് അവർക്ക് കിട്ടും. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചോ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. സെയിം ആയി തന്നെ മുമ്പത്തെ പേജിൽ. അത്രയും പറഞ്ഞിട്ട് അവസാനിക്കുകയാണ്. 135 തുടങ്ങി 141 വരെയാണ് ഈ പേജിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ കാണാം.
അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.